നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് നല്ല ഫലവൃക്ഷങ്ങളാണ്. അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ്, വളരെ വ്യത്യസ്തമായൊരു കൃഷി രീതിയാണ് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടാൻ പോകുന്നത്. തൃത്താലയ്ക്കടുത്ത് മുടവന്നൂരിൽ നാരായണൻ കുട്ടി എന്ന ഈ മണിച്ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ നാടിന് ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവയെല്ലാം വളർത്തുന്നുണ്ട്. വലിയൊരു കളക്ഷൻ മണിയേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് മണിയേട്ടനോടനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്ന രീതി, ഇത് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തു, ഇതിലേക്ക് വരാണ്ടായ ഒരു സാഹചര്യം എന്താണ്. ശരിക്കും നമ്മൾ കാണേണ്ടതാണ്, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് മണിയേട്ടൻ്റെ ഈ ഒരു തോട്ടം എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മണിയേട്ടനോടനെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഓർഗാനിക് കേരളത്തിന് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരിക. നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോകളിലേക്ക് പോകുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഇത് നമുക്ക് ഇപ്പോൾ ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ വരാൻ വൈകിപ്പോയി. ശരിക്കും മണിയേട്ടനെ പരിചയപ്പെടാൻ തന്നെ വൈകിപ്പോയി. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് പുള്ളിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇതിൻ്റെ രീതികളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മണിയേട്ടാ, നമ്മൾ കുറച്ച് ഇത്രയും കാലം ഞങ്ങൾ കുറച്ചായിട്ട് ഫാമിംഗ് മേഖലയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഈ മരങ്ങൾ ഇവിടെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം എന്താണ്? പക്ഷേ ഇത് വളരെ അന്യം നിന്ന് പോകുന്ന സാധനങ്ങൾ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥയോട് യോജിക്കില്ല ചില സാധനങ്ങൾ, ഏലം അങ്ങനെയുള്ള യോജിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ യോജിക്കും എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. പ്രധാനമായിട്ട് ഇവിടെ ഫ്രൂട്ട്സ് ആണോ, എന്തൊക്കെയാണ് ഫ്രൂട്ട്സ്? എൻ്റെ അടുത്ത് മാംഗോസ്റ്റിൻ ഉണ്ട്, റംബുട്ടാൻ ഉണ്ട്. റംബുട്ടാനാണ് ഇപ്പോൾ കായ തുടങ്ങിയത്. മാംഗോസ്റ്റിൻ കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. മാംഗോസ്റ്റിൻ ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ കായ്ക്കാൻ തുടങ്ങിയിട്ട്. റംബുട്ടാൻ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നല്ല കായാൻ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഏലം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏലം ശരിക്കും മൂന്നാർ മേഖലയിലൊക്കെ വെക്കുന്ന അതേ ഏലമാണോ? അല്ല, നമ്മുടെ ഈ കാലാവസ്ഥയോടുകൂടി യോജിക്കാവുന്ന തരത്തിലുള്ള ഏലാണ് ഇവിടെ കൃഷി ചെയ്തിറക്കുന്നത്. മൂന്നാറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്ക്കണില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു പ്രാവശ്യം. ഈ ഏല എവിടുന്നാ കളക്ട് ചെയ്തേ? ഇത് ശ്രീകൃഷ്ണപുരം ശങ്കർ നമ്പൂരി എന്ന് പറഞ്ഞ ഒരാളുടെ, അയാളുടെ അടുത്ത് നിന്ന്, ജൈവ കർഷക ആണ് അയാളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇതുപോലുള്ള സ്പൈസസ് ഉണ്ട്. സ്പൈസസ് പിന്നെ ജാതി ഉണ്ട്, കരയാമ്പൂണ്ട്. പിന്നെ റയർ ആയിട്ട് ഇവിടെ എന്തൊക്കെയാണുള്ളത്? വേറെ എന്തൊക്കെയാ? ഞാൻ ഈത്തപ്പന ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 1 ഏക്കർ വെക്കും. അവര് വെച്ച് തരാന്ന് പറയുന്നത്. എത്ര തൈ ഉണ്ട് വെച്ചിട്ട്? ഇപ്പൊ 4 തൈ വെച്ചിട്ടുണ്ട്. 4 തൈ വെച്ചിട്ടുണ്ട്. ഈ വേനലില് പൂക്കും എന്നാണ് പ്രതീക്ഷ. ഇത് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് 28 വർഷമായിട്ട് കൃഷിയിൽ തന്നെയാണ്. ഈ ഫ്രൂട്ട്സിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 5-8 വർഷമായിട്ടേ ഉള്ളൂ. 8 വർഷമായി. ഇപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി തുടങ്ങി? വീട്ടാവശ്യത്തിനുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കിട്ടി തുടങ്ങി. ഒരുവിധം നമ്മുടെ നാടൻ ഇനങ്ങൾ മുതൽ സാധനങ്ങളെല്ലാം സാധാരണ എവിടുന്നാണ് ഈ തൈകളൊക്കെ കളക്ട് ചെയ്യുന്നത്? തൈകൾ ഞാൻ ചീരക്കുഴി നഴ്സറി ഉണ്ട് മണ്ണാർക്കാട്. അവര് ഹോംഗ്രോണിന്റെ തൈ കിട്ടും. ഹോംഗ്രോണിന്റെ അടുത്താണ് ഇതിന്റെ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റംബുട്ടാന്റെ ഇപ്പൊ എല്ലായിടത്തിലും മദർ പ്ലാന്റ് ആയി. എന്റെ അടുത്ത് വരെ മദർ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എത്ര സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്? എത്ര? 10 മരം ഉണ്ട്. 10 മരം. ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കായ്ക്കില്ല എന്നുള്ള അറിഞ്ഞിട്ട് മതിയല്ലോ നമ്മൾ കൂടുതൽ പൈസ ചിലവൊക്കെ. അപ്പൊ കായ്ക്കുന്നുള്ളതിന് തീരുമാനമായപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ തൈകൾ തന്നെ മുളപ്പിച്ചിട്ട് ബെഡ് ചെയ്യാൻ പോവാണ്. അടുത്ത വർഷം ബെഡ് ചെയ്യാൻ അവിടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം ബെഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് മദർ പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് ബെഡ് ചെയ്തിട്ട് ഞാൻ അത് നല്ല റംബുട്ടാനാണ്. സാധാരണ റോഡ് സൈഡിൽ കിട്ടുന്ന റംബുട്ടാനല്ല. റോഡ് സൈഡിൽ കിട്ടുന്നത് നമ്മൾ വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൾപ്പ് മുഴുവൻ വിത്തിൻ്റെ മുകളിൽ വിട്ടിട്ട് പോരില്ല. ഈ റംബുട്ടാൻ അങ്ങനെയല്ല. ഈ പൾപ്പ് നമുക്ക് കൈ കൊണ്ട് പൊളിച്ചിട്ട് വിത്ത് വേറെ എടുക്കാം, പൾപ്പ് സെപ്പറേറ്റ് കഴിക്കാവുന്നതാണ്. അല്ല, ഒരു 10 നിന്ന് നമുക്ക് വിശപ്പ് മാറും. അത്രയും വലിയ റംബുട്ടാണ്. ഇത് M18 എന്ന് പറഞ്ഞുള്ളൊരു വെറൈറ്റിയാണ്. അത് ഹോംഗ്രോണിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലായിടത്തിലും ആയി. അത് ഇപ്പം ആയി വരുന്നുണ്ടല്ലേ? ഞാൻ ചോദിക്കണത്, ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു തൈകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയുമായി അനുയോജിച്ചപ്പോൾ റംബുട്ടാൻ പിന്നെ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ വേറെയും കുറേ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഈ കാലാവസ്ഥയുമായി യോജിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ ഒരുപാട് ഒരു വലിയ വെല്ലുവിളിയല്ലേ അത്? വെല്ലുവിളി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിന് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടൊന്നങ്ങനെ നമ്മുടെ മണ്ണിലാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ വെയിൽ കൊള്ളിപ്പിച്ചിട്ട് അതിനെ നമ്മുടെ കാലാവസ്ഥയോടുകൂടി യോജിപ്പിച്ച് കൊണ്ടുവരണം. നമ്മളിപ്പോൾ അന്യനാട്ടിൽ ചെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫ് പോയാൽ ചൂട് നമ്മൾ സഹിക്കാതെ ചെന്ന വഴിക്കുണ്ടാവും, പിന്നെ നമ്മൾ അതിന് യോജിക്കില്ലേ. അതുമാതിരി എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ കായ്ക്കുന്നുള്ള ഉറപ്പാണ്. അതിലൊന്ന് മാത്രമേ ഇവിടെ കായ്ക്കാത്തുള്ളൂ. ലിച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിച്ചി അത് -डिग्री വേണം എന്നാലേ കായ്ക്കുള്ളൂ. അത് ഇവിടെ മാത്രം, അതായത് സിംലയിൽ മാത്രമേ കായ്ക്കുള്ളൂ. ഇവിടെ കുറേ ആൾ വെച്ചിട്ടുണ്ട്. ഞാൻ തൈ കൊണ്ടുവന്നു എന്നല്ലാതെ ഞാൻ വെച്ചിട്ടില്ല. അത് കായ്ക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ കുറേ ഇടത്തിൽ പോയി നോക്കിയപ്പോൾ എവിടെയും കായ്ച്ചിട്ടില്ല. ഒരു 10 ഇടത്തിലെങ്കിലും ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. സിംലയിൽ നിന്ന് ഇവിടുന്ന് പിന്നെ കൊണ്ടുവന്നുള്ള ആൾക്കാരുണ്ട്, അവിടെ മിലിറ്ററിയിലുള്ള ആൾക്കാർ. അയാളുടെ വീട്ടിലടക്കം ഉണ്ടോ വലിയ മരം നിൽക്കണോ, ഇതുവരെ കായ്ച്ചില്ല. ഇങ്ങനെ ഈ തൈകൾ വെക്കുമ്പോഴേ ഇവർക്ക് വളമായിട്ട് നമ്മൾ എന്താ കൊടുക്കാറ്? ചാണകപ്പൊടി, വെറും ചാണകപ്പൊടി, ആട്ടുംകാട്ടപ്പൊടി. ഇത് രണ്ടും മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലേ? അതന്നെ ഉള്ളൂ. ഈ തൈകൾക്ക് വേറെ നമ്മൾ പച്ചക്കറിക്കോ പോലെയുള്ള പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ നനയ്ക്കണം. പിന്നെ ദിവസം എല്ലാറ്റിന്റെയും കടക്കിലൊന്ന് എത്തണം അല്ലേ? അതാണ് മെയിൻ. ശ്രദ്ധ വേണം അല്ലേ? വേറെ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ ഇതിനോട് കൂടി പശുക്കളൊക്കെ ചെയ്യുന്നുണ്ടോ? പശുണ്ട്, കാസർഗോഡ് കുള്ളണ്ട്, വെച്ചൂരുണ്ട്. പിന്നെ പിന്നെ കൂടുതൽ ചെയ്യുന്നത് ചെറുപയർ, ഉഴുന്ന്, എള്ള്, മുതിര. അതെല്ലാം ഇപ്പൊ പൂവായിട്ട് നിൽക്കണം. ഇത്രയും സാധനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാൻ അടിപൊളി. ഇത്രയും സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആ നിൽക്കുന്നത് പശുക്കൾക്ക് സീവോത്രി പുല്ലിട്ടിരിക്കുന്ന അല്ലെ? അപ്പൊ നമ്മളെല്ലാ മേഖലയും ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ഇതിലല്ലേ? പരമാവധി കാര്യങ്ങളിലേക്ക് കൈ കടത്തിയിട്ടുണ്ട്. ഞാൻ പുതിയ ഇതിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രാവശ്യം കുറെ ഭാഗം കല്ല് വെട്ടിയിട്ട് മണ്ണാക്കിയിട്ടുണ്ട്. അത് നികത്തി വരികയാണ്. അപ്പൊ അതിൽ ഓരോന്നും പുതിയ ഓരോ സ്റ്റെപ്പിലും ഓരോന്നും പുതിയത് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അതൊന്നും ചെയ്യാതെ അങ്ങനെ വരുമ്പോ തന്നെ അറിയാട്ടോ, നിങ്ങളുടെ ഈ വീട് ഇതിന്റെ പരിസരമൊക്കെ ഭയങ്കര ഒരു ശാന്തതയാണ് ഇവിടെ. അങ്ങനെ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് ആ ഒരു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിന് തന്നെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മണിയാടിൻ്റെ ഓരോ കൃഷി രീതികളും, മരങ്ങളായാലും ശരി, ഇപ്പോൾ ഈ പറഞ്ഞ ഉഴുന്നോ കൃഷി അങ്ങനെയൊക്കെയുള്ള എല്ലാ കൃഷി രീതികളും, പശുക്കൾ, മറ്റു കാര്യങ്ങൾ എല്ലാറ്റിലേക്കും നമുക്ക് ചെറുതായിട്ടും പോയി നോക്കാം, എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ശരി, പോവാം. ഇത് കരയാമ്പൂവ്. മണിയേട്ടാ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണ മരം ഏതാണ്? ഇത് പുളിമാങ്കോസ്റ്റിൻ. ഇത് എവിടുന്നാ മണിയേട്ടൻ കളക്ട് ചെയ്തത്? ഇത് കാസർഗോഡ് ആറള ഫാമിൽ നിന്നും കളക്ട് ചെയ്തതാണ്. കാസർഗോഡ് ആറളം അല്ലേ? ഓക്കെ, പുളിമാങ്കോസ്റ്റിൻ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര പുളി, മഞ്ഞ കളറായിരിക്കും പഴുത്താൽ. തടിയുടെ മുകളിൽ മൊത്തം പഴം ഉണ്ടാവും. ഭയങ്കര പുളിയായിരിക്കും. പക്ഷേ പുളിയാണെങ്കിലും ഒരു പ്രാവശ്യം തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് തിന്നാനുള്ള ഒരു പ്രവണത വരും. അതൊരു അങ്ങനത്തെ ഒരു പുളിയാണ്. എന്നാൽ നമുക്ക് മടുപ്പ് വരില്ല. ഇത് നമ്മളേ നേരിട്ട് കഴിക്കാൻ തന്നെയാണോ ഉപയോഗിക്കുന്നത്? അല്ല, നേരിട്ട് കഴിക്കാൻ തന്നെ. വേറെ എന്താണ് ഇതുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഇതുവരെ ഒരു ഇതിലും അറിയാൻ പറ്റിയിട്ടില്ല. അല്ല, ഇത്രയും പുളിയുള്ളപ്പോ ചില അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന, പക്ഷെ അച്ചാറിനൊന്നും പറ്റില്ല. ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ മാംഗോസ്റ്റിന്റെ ഉള്ളിലത്തെ തന്നെ മഞ്ഞ കളറിലുള്ള പൾപ്പായിരിക്കും. ആ പൾപ്പ് ഭയങ്കര പുളിയാണ്, എന്നാലും ഒരു മധുരം ഉണ്ടാവും. ഒരു പ്രത്യേകതരം പുളിയാണ്. സാധാ എല്ലാ പുളികളുടെ മാതിരിയുള്ള പുളിയല്ല. അല്ലേ? അത് തിന്നാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും വെച്ചിട്ട്? ഇതൊരു 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു അല്ലേ? ഇതിന്റെ ഈ പുളിമാങ്കോസ്റ്റിന്റെ ഇത് കായ്ക്കുന്ന സമയം എപ്പോഴാണ്? അതിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് ഇതിന്റെ? കൃഷി രീതി സാധാരണ തൈകൾ വെക്കണം, അതിൽ തന്നെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൈകളൊരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും കായ്ക്കുന്നുണ്ട്. കായ്ച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കായ്ച്ചും കൂടെ ഇരിക്കത്. ആ പൂവും കായൊക്കെ അങ്ങനെ ഇതില്ല. ഇനിയിപ്പോ കായ കഴിഞ്ഞു, ഇനിയിപ്പോ പൂക്കും. വേനൽക്കാലത്ത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് നനച്ചു കഴിഞ്ഞാൽ മൊത്തം പൂത്ത് നിറയെ കായാവും. ഇത് പുറമേക്ക് കൊടുക്കാറുണ്ടോ? ഇല്ല, ഇത് പുറമേ മാർക്കറ്റിലൊന്നും ഇല്ല. അത് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇതുവരെ. ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, വേറെ വല്ലതും പല അച്ചാറിന് വല്ലതും ഉപയോഗിക്കാം, അപ്പൊ ലിച്ചൊക്കെ അച്ചാറിന് ഉപയോഗിക്കാം. പക്ഷെ ഇത് എന്തിനാ ഉപയോഗിക്കാന്ന് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. പക്ഷെ നമ്മള് വെറുതെ തിന്നാന്ന് മാത്രം തന്നെ ഉള്ളൂ, അല്ലാതെ ഒന്നിനും ഉപയോഗിച്ചില്ല. എങ്കിലും നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് നമ്മൾ കൊണ്ടുവന്നു. മണിയേട്ടാ, നമ്മൾ ഇനി ഏത് മരമാണ് പരിചയം? ഇനി ലിച്ചി. ഞാൻ നേരത്തെ പറഞ്ഞ ലിച്ചി അല്ല, അത് ഫ്രൂട്ടായിട്ട് നേരിട്ട് കഴിക്കുന്നതാണ്. ഇത് കഴിക്കാൻ പറ്റും, ഒരു പുളിപ്പുരസാണ്. പക്ഷെ അച്ചാറിന് ഉപയോഗിക്കുന്ന ലിച്ചിയാണത്. ഓ ശരി. മറ്റേ ലിച്ചി നമ്മളവിടെ ഉണ്ടാവില്ല. അതുണ്ടാവില്ല, അത് ഫ്രൂട്ടാണ്. ഇത് ലിച്ചി മരം എവിടുന്ന് കളക്ട് ചെയ്ത്? ഇത് ആറള ഫാമിന്ന്, കാസർഗോഡ് അല്ലേ? അത് കായ ഉണ്ടല്ലോ. ഇത് പിന്നെ ഇത് അച്ചാറിടാൻ ഉപയോഗിക്കുന്നതാണോ? അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് എന്താണ്? പുളിയാണ്. പുളി. നല്ല പുളിയുള്ള അല്ലേ? അരിനെല്ലിക്കൊക്കെ അച്ചാറിടണം അതേ തന്നെ, ആ രീതിയിൽ ഇടാം അല്ലേ?
ഓക്കെ, ഇതിപ്പോ എത്ര കാലമായി വെച്ചിട്ട്? ഇതും 20 വർഷമായി. 20 വർഷമായോ? ഇത് നിങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ ഇവിടെ വരണം. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ വരുന്ന ആൾക്കാർ വരുന്നവർ ഇങ്ങനെ കൊണ്ടുപോകും. കാണാൻ വരാറുണ്ടോ? ഓ, കുട്ടികളുടെ ഫീൽഡ് വിസിറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. മണിയേട്ടാ, ഇനി നമ്മൾ ഏതാ പരിചയപ്പെടണേ? ഇനി ജാതി ഇതല്ലേ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ചുവന്ന ജാതിപത്രികയാണ്. ഇതൊരു 45 വർഷം പഴക്കമുള്ള മരമാണത്. 45 വർഷം പഴക്കണ്ടല്ലേ ഈ മരത്തിന്? ഇത് തലപ്പത്ത് വെട്ടിയിരിക്കുന്നത്? അത് ഒരു കാറ്റ് വന്നിട്ട് പുഴങ്ങിയതാണ്. അപ്പൊ തല ചെരിഞ്ഞപ്പോ തല മുറിച്ചതാണ്. ഇനി മുഴുവൻ പോകണ്ട, ഇനി പൊടിച്ചു വന്ന് നിറയെ കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആണല്ലേ? 45 വർഷം പറഞ്ഞാൽ അത്രയും കാലമായിട്ട് ഇതിന്റെ മുകളിൽ ഒരു കൊല്ലത്ത് ഞാൻ 30,000 രൂപയുടെ കായായി ഒന്നിന്റെ മുകളിൽ മാത്രം വിറ്റായിരുന്നു വിലയുള്ള സമയത്ത്. ആ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 5,000 രൂപയുടെ വില കുറഞ്ഞില്ലേ? അത് കാരണം വളരെ കുറവാണ്. ഇനി നമ്മൾ ഏതാ പരിചയപ്പെടണേ? ഇനി ജാതിപത്രി മഞ്ഞുള്ളത് ജാതിയാണത്. ഓ, മഞ്ഞ ഉണ്ടല്ലേ ഇത്. അപ്പൊ ഈ ചുവപ്പും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചുവപ്പിനെക്കാട്ടിലും നല്ലത് മഞ്ഞയാണ്. ജാതിപത്രിക കൂടുതലുണ്ടാവും, ഫ്ലവർ കൂടുതൽ വലിപ്പമുള്ളതായിരിക്കും. അതല്ലേ? പിന്നെ മഞ്ഞ കൂടുതൽ കായബലം തരുന്നുണ്ട് എന്നാണ് പറയണത്. മഞ്ഞ അത്യാവശ്യം ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ മഞ്ഞൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇപ്പൊ എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കോട്ടയത്ത് നിന്ന് ഒരാൾ അതിന്റെ ബെഡ് കൊണ്ടുവന്നിട്ട് എനിക്ക് ബെഡ് ചെയ്ത് തരികയാണ്. ചേട്ടാ, ഇതേതാ? ഇതാണ് ഫുലോസാൻ. റംബുട്ടാൻ കുടുംബത്തിൽപ്പെട്ട തന്നെയാണ് ഇത്, ഈ മരം. പക്ഷെ ഇവിടെ കൂടുതൽ കായ്ച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ കായ നല്ല വലിപ്പം ഉണ്ടാവും. റംബുട്ടാന്റെ മാതിരി തന്നെ കായ പത്രത്തിന് റെഡ് കളറില്ല, അതിനൊരു വ്യത്യസ്തമായ ഒരു കളറാണ്. ടേസ്റ്റ് തന്നെ അതേ കുടുംബത്തിൽപ്പെട്ട ഫുലോസാൻ. ഇതിവിടെ അത്യാവശ്യം ആളുകളുടെ അടുത്തേക്ക് ഇല്ല, എവിടെയും കണ്ടിട്ടില്ല, അത് കായ്ച്ച് കണ്ടിട്ടില്ല. അതല്ലേ മണിയേട്ടാ, നമ്മൾ ഇനി ഏതാ പരിചയപ്പെടണേ? ഇനി മാംഗോസ്റ്റിൻ. ശരി, മാംഗോസ്റ്റിൻ എത്ര തൈകളുണ്ട് ഇവിടെ? ഇതിൽ 20 തൈയുണ്ട്. 4 തെങ്ങുകളുടെ നടുക്കിൽ ഒരു തൈ എന്നുള്ള രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ഓ, ശരി. അപ്പൊ ഇത് കായ്ച്ചു തുടങ്ങിയത്? കായ്ച്ചു തുടങ്ങി. ഇത് 8-9 വർഷമായി വെച്ചിട്ട് കായ്ക്കാൻ തുടങ്ങി. ഈ മാംഗോസ്റ്റിനൊക്കെ വെച്ചിട്ട് തൈ വെച്ചിട്ട് എത്ര കഴിയുമ്പോഴാണ് ഇത്? 9 വർഷം എന്തായാലും ആവണം മാംഗോസ്റ്റിൻ വെച്ച് തൈ വെച്ചിട്ട് കായ്ച്ചു തുടങ്ങാൻ. അതല്ലേ? ഈ തൈകൾ എവിടുന്ന കൊണ്ടുവന്നേ? ഇത് കോട്ടയത്ത് ഒരു അച്ചായന്റെ വീട്ടിൽ നിന്നാണ്. അവരുടെ അടുത്ത് 150 വർഷം പഴക്കമുള്ള അവരുടെ അപ്പനായിട്ട് കൊണ്ടുവന്ന് വെച്ചാണ് അത്ര സിംഗപ്പൂരിൽ നിന്ന്. വലിയ മരങ്ങളുണ്ട്. ഒരു ഏക്കറിൽ 60 മരമുണ്ട്. ആ 60 മരത്തിൽ അതിൽ നിന്നുള്ള തൈകളാണ് ഈ നിൽക്കുന്നത് മുഴുവനും. ഞാൻ കോട്ടയത്ത് പോയി കൊണ്ടുവന്നതാണ്. അയാൾ ഈ 60 മരം കൂടിയിട്ട് 6 ലക്ഷം രൂപയ്ക്കാണ് ഫ്രൂട്ട് മാത്രം കരാറ് കൊടുക്കുന്നത് ഓരോ വർഷം. അത് മുഴുവൻ ഇവിടുന്ന് കയറ്റി പോവുകയാണ്. മുഴുവനും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കയറ്റി പോകും. അത് കയറ്റി നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടണില്ല. ഇത് ദന്തപ്പാല. ശരി. ഇതിന്റെ ഉപയോഗം എന്താണ്? ഇത് വെളിച്ചെണ്ണയിൽ തലയിലുള്ള താരൻ എന്ന മാതിരി വിട്ടുമാറാത്ത ചൊറി ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇല വെളിച്ചെണ്ണയിൽ മുറിച്ചിടുക. ഇങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉജാല കളറാവും ഉച്ചരിയുമ്പോഴേക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും. അങ്ങനെ 7 ദിവസം 11 ദിവസം വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താരൻ ഒഴിവാവാം. ഇപ്പൊ ഈ മുടി ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതിലെല്ലാത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താ നമ്മൾ പരിചയപ്പെടുന്നത്? ഇനി ഇത് എഗ് ഫ്രൂട്ട് ആണ് സാധനം. ഇത് എവിടുന്ന കൊടുന്ന് വെച്ചാ? ഇതൊക്കെ ആറുള്ള ഫാമും തന്നെയാണ്. അതെ. ഇത് എത്ര കാലമായി? ഇത് കാലം കുറെ കായ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതിന്റെ ചൊയ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പൊട്ടിച്ച് വെച്ചാൽ പഴുക്കില്ല, പഴുത്തിട്ട് വീഴണം. പഴുത്ത് വീണ് കഴിഞ്ഞാൽ മഞ്ഞൾ മാതിരി ഉണ്ടാവും, പൊളിഞ്ഞു വീഴും. പക്ഷെ പൊളിഞ്ഞു വീഴും, നിലത്ത് വീഴുമ്പോഴേക്കും അത് പൊളിയും, മഞ്ഞ കളർ. ഇത് സപ്പോട്ട. ഇത് ഞാൻ സേലത്ത് നിന്ന് കൊണ്ട. എന്താണ്, അതിന് കറ അധികം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള സപ്പോട്ട. അല്ല, വ്യത്യാസമുണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് എല്ലാ പ്രാവശ്യം കായ തരുന്നുണ്ടല്ലേ? അതപ്പോ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ വെച്ചിട്ട് ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ. എത്ര തൈയുണ്ട് സപ്പോട്ട? ഇത് ഒരു ഒറ്റ വെറൈറ്റി ഇതൊന്നേ ഉള്ളൂ. പിന്നെ അല്ലാത്തുണ്ട്, ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, അത് വേറെ ഉണ്ട്. ചേട്ടാ, ഇനി ഏതാ? ഇത് പിസ്ത. ഇത് നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈ തന്നെയാണ്. പിസ്ത 7 തരം പിസ്ത ഉണ്ട്. നമ്മൾ സാധാരണ കഴിക്കാൻ കടയിൽ കിട്ടുന്ന പിസ്ത അല്ല അത്. ഇത് കായാണ്, കായയുടെ ഉള്ളിലുള്ള വിത്തുകളാണ്. ഇത് നമുക്ക് പച്ച തിന്നാൻ തന്നെ നല്ല ടേസ്റ്റുള്ള പിസ്തയാണ്. വിളവെടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കായ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞ താഴത്തേക്ക് ഇടും. ഇപ്പൊ കായ്ക്കാൻ തുടങ്ങി. ഇപ്പൊ ഏത് സമയത്തും കായ തന്നെ ഇപ്പൊ. ഇനി റംബുട്ടാൻ. ഇത് മഞ്ഞ M18 എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ്. അതിന് മഞ്ഞയാണത്. റംബുട്ടാൻ എത്ര തൈയുണ്ട് ഇവിടെ? റംബുട്ടാൻ 10 മരത്തോളം ഉണ്ട്. ഒക്കെ മഞ്ഞയാണോ? അല്ലല്ല, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, ഒക്കെ ഉണ്ട്.
ഉണ്ടല്ലേ 10 തൈകളോളം പുറമേക്ക് കൊടുക്കാറുണ്ടോ? ആ പുറമേക്ക് വെക്കുന്നുണ്ട്. ശരിക്കും ഈ റംബുട്ടാന്റെ ഒരു കായ്ക്കണ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെ? അത് ജനുവരി ഫെബ്രുവരിയിൽ നനയ്ക്കാൻ തുടങ്ങണം. നനച്ചിട്ടില്ല എങ്കിൽ മഴ പെയ്താൽ പൂക്കും. അപ്പോൾ നമുക്ക് ആഗസ്റ്റ് മാസത്തിലാണ് വിളവെടുക്കാൻ പറ്റുള്ളൂ. ജനുവരിയിൽ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജൂൺ മാസം ആകുമ്പോഴേക്കും ഫസ്റ്റിൽ തന്നെ ആദ്യം വിളവെടുക്കാൻ പറ്റും. അപ്പം നനച്ചു കഴിഞ്ഞാൽ പൂക്കും ആദ്യം. ഈ തൈകളൊക്കെ എവിടുന്നാ കൊണ്ടുവന്നേ? ഇതൊക്കെ പിന്നെ മണ്ണാർക്കാട് ചീരക്കുഴി നഴ്സറിയിൽ നിന്നാണ് മേടിച്ചെടുക്കണത്. ഇത് ഹോം ഗ്രോണിന്റെ തൈകളാണ്. അവരാണ് അതിന്റെ റംബുട്ടാന്റെ മദർ പ്ലാന്റ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ ഇനി ഏതാ? ഇത് ഈത്തപ്പന. ഇത് ലണ്ടനിലാണ് ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കിയത്. ഹാർഡനിങ് ഗുജറാത്തിൽ നിന്നും മധുരയിലെത്തി. മധുരയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താനൂര് കൊണ്ടുവന്നു. താനൂര് പോയിട്ട് ഞാൻ എടുത്തു വന്നു. ഉണ്ടാവുന്ന ഉറപ്പാണ്. നമ്മുടെ കാലാവസ്ഥയോട് ഇത് ഇണങ്ങി യോജിക്കുക കാരണമാണ് ഇത്രയും വളർച്ച വന്നത്. ഇതിൽ ജൈവ ഇല്ലാതെ ചെറിയ തൈയായിരുന്നു. ഇത് എത്ര വർഷം കായ്ക്കാം? ഇത് 3ാമത്തെ വർഷം കായ്ക്കുന്നത്. 3ാമത്തെ വർഷമാണ് ഇപ്പോൾ. ഈ വേനലിൽ കായ്ക്കണം. അടിയിൽ നിന്ന് ഈ കവിളിന്ന് പൊട്ടിയത് ഇനി വേര് വരും. വേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇടിഞ്ഞെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. നല്ല അപ്പോൾ ഇതിൻ്റെ അതേ ഗുണം കിട്ടും. ഇത് ടിഷ്യൂ കൾച്ചറാണല്ലോ. ചേട്ടാ ഇനി ഏതാ? ഇനി ഇത് ഏലം. ഏലം അല്ലേ? ഇത് ഏലം എവിടുന്ന ചേട്ടൻ കൊണ്ടുവന്നേ? ഞാൻ പിന്നെ മണ്ണാർക്കാട് ശങ്കർ നമ്പൂരി എന്ന് പറഞ്ഞ അയാളുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ് തയ്യ. ഇത് ശരിക്കും സാധാരണ ഏലം നല്ല തണുപ്പുള്ള ഉണ്ടാവുക. ഈ ഏലത്തിന് എന്താ അത്ര വലിയ പ്രത്യേകത? നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിലും നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ചാണ് നല്ല വിളവ് കിട്ടുന്നത്. എനിക്ക് വീട്ടാവശ്യത്തിനുള്ള മൊത്തം ഉപയോഗിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതല്ലേ? തണുപ്പല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഓ കൊള്ളാം. നിങ്ങളിപ്പോ ഇത് വിളവെടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട് വിളവെടുത്തിട്ടുണ്ട്. ഇത് എത്ര മുരടുണ്ട് ഇങ്ങനെ? ഇപ്പൊ ഇതിലൊരു 10-15 മുരട് അങ്ങനെ ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഞാൻ ഇള നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഏതാണ് പരിചയപ്പെടാൻ പോണത്? ചേട്ടൻ്റെ ഏത് കൃഷിയാ? ഇനി ചെറുപയറ്, ഉഴുന്ന്, എള്ള്, മുതിര. അപ്പൊ ഇതില് ഇപ്പൊ ഇത് ഏതാണ് സാധനം? ഇത് ചെറുപയർ അല്ലേ? ചെറുപയർ നമ്മുടെ ഈ കാലാവസ്ഥക്ക് നന്നായിട്ടുണ്ടാവും. 58ാമത്തെ ദിവസം തൊട്ട് നമുക്ക് കായ ഇറക്കാൻ തുടങ്ങും. ആണോ? ഈ ചെറുപയർ ശരിക്കും കൃഷി ചെയ്യുന്ന ഒരു സമയം എപ്പോഴാണ് ശരിക്കും? ചെറുപയർ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാം. പക്ഷെ വർഷക്കാലത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അത്തഞ്ഞാറ്റിയില എന്ന് പറയും. അപ്പോൾ വിതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തേക്ക് കായവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെയിലല്ലേ, ആ സമയത്ത് ഉണങ്ങി കിട്ടും. കായ ഉണക്കാനും എല്ലാറ്റിനും സൗകര്യമാണ്. എല്ലാം 58ാമത്തെ ദിവസം കിട്ടും? ഇല്ല, 58ാമത്തെ ദിവസം ചെറുപയർ മാത്രം. ബാക്കിയൊക്കെ 70-80 ദിവസം വരും. അതെ. അല്ല, ചെറുപയർ എല്ലാം 58 ദിവസം എടുക്കാം. ചേട്ടന് അത്യാവശ്യം വിളവ് കിട്ടാറുണ്ടോ? ഇത് ചെറുപയർ നല്ല വിളവ് കിട്ടും. നല്ല വിളവ് കിട്ടും അല്ലേ? ഇത് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യം തന്നെ? എല്ലാ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതെ അല്ലേ? ഇതിന് പ്രത്യേകിച്ച് പരിചരണം എങ്ങനെയാണ്? ഒരു പരിചരണവും ഇല്ല. ആ സമയത്ത് കറക്റ്റ് ടൈമിന് ഞാറ്റിയില നോക്കിയിട്ട് നമ്മൾ കാരണന്മാർ പറയണ മാതിരി തന്നെ ഞാറ്റിയിലയ്ക്ക് അനുസരിച്ച് പൂട്ടിയിട്ട് വിതച്ച് പോവും. പിന്നെ അത് വിതച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ. ഇത് എള്ള്. എള്ള് ഇനം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പഴയ കാലത്തുണ്ടായിരുന്ന എള്ളാണ്, കറുത്ത എള്ളാണ്. ഇതിന് എണ്ണ കൂടുതൽ കിട്ടുന്നുണ്ട് അനുഭവത്തിൽ. ഞാൻ എള്ള് ഉണക്കിയെടുത്തിട്ട് ആട്ടിയിട്ട് ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ആട്ടിക്കൊണ്ടുവരാറാണ് പതിവ്. ഇവിടുന്ന് അത്യാവശ്യം വിളവ് കിട്ടുമോ? എള്ള് നല്ല വിളവ് കിട്ടും. ഏകദേശം എത്ര കിട്ടും? പിന്നെ അങ്ങനെ അങ്ങോട്ട് ഞാൻ ഏക്കറ കണക്കിന് നോക്കിയിട്ടില്ല. 10-50 കിലോനൊക്കെ കിട്ടും. 10-50 കിലോ അടുത്ത് കിട്ടാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ കിട്ടും അല്ലേ? ഇതിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് ശരിക്കും? ഇത് എള്ള് അത്തത്തിന്റെ മുഖത്ത് വെള്ളെറിയാന്നാ പറയാ. മകത്തിന്റെ മുഖത്തും പറയും, അത്തത്തിന്റെ മുഖത്തും പറയും. ഞങ്ങൾ അത്തഞ്ഞാറ്റിയില വിതയ്ക്കുള്ളൂ. കാരണം അത്തഞ്ഞാറ്റിയില പോണ പോക്കിലാണ് വിതച്ചെടുക്കണം. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്തേക്ക് ഇത് വെട്ടി കിട്ടും. അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ ഇത് പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എള്ളിന്റെ ഓരോ കായയും പിന്നെ കൂടി നിൽക്കും, വിരിയില്ല, വിത്ത് ഉള്ളുന്ന് പോരില്ല മഴ പെയ്ത. ഇത് മുതിരയാണോ? മുതിര നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവും? ഈ കാലാവസ്ഥയിലുണ്ടാവും. അതാ അത്തഞ്ഞാറ്റുവലയിൽ വിതച്ച് കഴിഞ്ഞാലാണ് ശരിക്ക് നല്ല കായ കിട്ടും. അല്ലെങ്കിൽ അത് വള്ളിയായിട്ട് പടർന്നു പോവാന്നല്ലാതെ കായ്ക്കാൻ അവിടെയും ഇവിടെയും ഓരോ കായ ഉണ്ടാവുള്ളൂ. ഞാറ്റുവേല ഉണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത് വിളവെടുക്കുന്ന സമയം എങ്ങനെ? ഇത് വിളവെടുക്കണത് 70 ദിവസം. ഇത് 70 ദിവസം അല്ല, അതിലപ്പുറം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യതിയാനം വരുന്നുണ്ട് ഇതിന്, മുതിരയ്ക്ക്. ഇനി അടുത്ത ഉഴുന്നല്ലേ? ഉഴുന്ന് നിങ്ങൾ എത്ര ചെയ്തിട്ടുണ്ട്? ഞാൻ അതായത് ഒരു കഷ്ടി ഏക്കറോളം ചെയ്തിട്ടുണ്ടല്ലേ? ഉഴുന്ന് നമുക്ക് പരിചരണം എങ്ങനെയാണ് അതിന്റെ കാര്യം? ഉഴുന്നിനും പരിചരണം ഒന്നുമില്ല. പിന്നെ അത്തഞ്ഞാറ്റിയിലയില് പൂട്ടുക, വിതയ്ക്കുക, പോവുക, പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. ഇത് വിളവെടുക്കുന്ന സമയം? വിളവെടുക്കണത് 70 ദിവസം കഴിയുമ്പോഴേക്കും ആവും.
ഇത് പക്ഷേ 70 അല്ല, ഇത് ഒരു 100 ദിവസത്തിന് മീതെ കിടക്കും. കാരണം എന്താ വെച്ചാൽ ഇല കൊഴിഞ്ഞതിന്റെ ശേഷം ഞാൻ പറിക്കുള്ളൂ. ഇതിലേ ഈ ഉഴുന്നിന് ഇതാക്കുമ്പോ തൊലി ഉണ്ടാവില്ലേ? അപ്പൊ അത് തൊലിയോട് കൂടിയിട്ട് തൊലിയോട് കൂടിയിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമ്പി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തൊലി പോവും. പക്ഷേ ബാക്കിയുള്ള തൊലി ഞങ്ങൾ പിന്നെ ദോശയിലോ അല്ലെങ്കിൽ ഇഡ്ഡലിയിലാണെന്നുണ്ടെങ്കിൽ വെള്ള കളർ കിട്ടില്ല, ഒരു ചെറിയൊരു കറുപ്പ് കളർ ഉണ്ടാവുന്ന മാത്രം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആളുകൾക്ക് കൊടുക്കുമ്പോഴേ കൊടുക്കാറില്ലേ? കൊടുക്കാം. അത് വിത്തിനാണ് കാര്യമായിട്ട് എൻ്റെ അടുത്തുനിന്ന് ഉഴുന്ന് പോണത്. ചേട്ടാ ഇനി ഏതാ? ഇത് കാവേരി വാഴ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷുഗർ ഫ്രീ എന്ന് പറയും. ചിരല്ലൂർ പിന്നെ തിരുവനന്തപുരത്തേക്കൊക്കെ ഇത് വിരൽപ്പഴം എന്ന് പറയും. ഇത് മധുരം കുറവാണ്, പിന്നെ ഉപ്പേരി വയ്ക്കാൻ നല്ല ബെസ്റ്റാണ്. പിന്നെ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴക്കൂട്ടം വെച്ചിട്ട് 4.5 വർഷം ആയി. ഇത് 4 വർഷമായി ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല. ഇതൊന്നും ഒരു 150 കൊല കായ ചുരുങ്ങിയത് വെട്ടിയിട്ടുണ്ട്. അല്ല, പിരിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല കന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാമത്തെ മാസം ആകുമ്പോഴേക്കും കുലയ്ക്കും. ഏറ്റവും മൂപ്പ് കുറവുള്ള വാഴയാണത്. ഇതാണ് ജാൻസി ബാർ വാഴ. നേന്ത്രപ്പഴത്തിനുള്ള നേന്ത്രപ്പഴം തന്നെ, പക്ഷെ അതിന് മാന്തി ഉണ്ടാവില്ല. 2 ചീർപ്പ് 3 ചീർപ്പിൽ മീതൊന്നും ഉണ്ടാവില്ല. ഒരു കായ ഒരു 1.25-1.5 കിലോ വരെ വരും. കായ വരും. വറക്കാൻ ഒരു 18 കായ ഉണ്ടെങ്കിൽ ഒരു 28 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. ഇത് ബിഗ് അബാങ്ക നേന്ത്രവാഴ വർഗത്തിൽപ്പെട്ട തന്നെയാണ്. ഇതിന്റെ മാനി 15 ദിവസം കൊലച്ച് 15ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് മാനി മുഴുവൻ കൊഴിഞ്ഞു പോവും. ഒരു ചേർപ്പിൽ 3 കായ 4 കായൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ 10, 25, 26 കിലോ ഉണ്ടാവും ഒരു കൊല. നേന്ത്രവാഴയുടെ മൂപ്പന്നെ ബിഗ് ബാങ്ക. ഇത് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ. ഇതാണ് കല്ലുവാഴ. ഇതിന്റെ ഉപയോഗം എന്താണ്? ഇതിന്റെ ഉപയോഗം ഈ കിഡ്നിയിൽ കല്ലുള്ളവർക്ക് ഇതിന്റെ കായയുടെ ഉള്ളിലത്തെ വിത്ത് എടുത്തിട്ട് അരച്ചിട്ട് പാലിൽ അരച്ച് കുടിക്കുക, നല്ലതാന്ന് പറയണ്ട. പിന്നെ ഇതിന്റെ ഇലയിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഔഷധവീര്യം ഉണ്ട് അത്ര. ഇത് എവിടുന്ന കളക്ട് ചെയ്തത്? ഇത് ശബരിമലയ്ക്ക് പോണ സമയത്ത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് വിത്ത് കിട്ടിയത് ആ വിത്ത് മേടിച്ചോണ്ടിട്ട് മുളപ്പിച്ചുണ്ടാക്കിയതാ. മുളപ്പിച്ചുണ്ടാക്കി ഇവിടെ കായ ഉണ്ടായി. ആ കായയുടെ വിത്ത് പാവിയിട്ട് രണ്ടാമത് മുളപ്പിച്ചുണ്ടാക്കിയത്. അത് ഇതിന്റെ ഇല ഔഷധം ഏതോ ഒരു അമ്പലങ്ങളിലെ അമ്പലത്തിന്റെ പേരിക്കറിയില്ല, ഏതോ ഒരു അമ്പലത്തില് പിന്നെ ഇതിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നാരായണൻ കുട്ടി ചേട്ടൻ്റെ ഈ ഇത് കണ്ടു, കൃഷിസ്ഥലം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പുതിയ മരങ്ങൾ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ അറിയാൻ പറ്റി. അദ്ദേഹം ഏലം ചെയ്തിട്ടുണ്ട്, ഈന്തപ്പന ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മുതിര, എള്ള്, ഉഴുന്ന്, ഈ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഞാറ്റുവേലയ്ക്ക് അനുസരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, വിളിക്കാവുന്നവർ വിളിക്കുക. അപ്പോൾ എന്തായാലും തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.